Watch full episodes on Jio Hotstar. ഇതെന്താ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? ബോസ് അങ്ങ് കരയുകയാണോ? എന്നാ പറ്റിയ ബാത്ത്? എന്റെ അനിയൻ ജോണിയെ സിഐഡികള് പിടിച്ചുകൊണ്ടു പോയെന്ന്. അവൻ മോഷ്ടിച്ചെടുത്ത സാധനങ്ങളും ആ സിഐഡികള് തൊണ്ട് സഹിതം എടുത്തോണ്ട് പോയെന്ന്. ഇനി എന്റെ അനിയനെ അവൻ മോഷ്ടിച്ച സാധനങ്ങളും ആര് സംരക്ഷിക്കും? ഇത്ര നിസ്സഹായനായി പോയല്ലോ ഈ ജോൺ ദി ഡോൺ. കൊള്ളാം ബോസ് കൊള്ളാം. കരയുമ്പോഴും അങ്ങക്ക് കവിത വരികയാണോ? അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്, കവിതയുടെ കാര്യം വിടറേ. എന്നിട്ട് എന്റെ അനിയനെ രക്ഷിക്കാനുള്ള വല്ല കാര്യം പറയാ. നമ്മളെയൊക്കെ ഇനി ആര് സഹായിക്കാനാ? ബോസ്, ഫുർഫുറി നഗരത്തിൽ ആകെ 2 പേരേ ഉള്ളൂ എല്ലാവരെയും സഹായിക്കുന്നവര്. അവരോട് സഹായം ചോദിച്ചോളൂ, അവരെന്തും ചെയ്തു തരും. ആരാണ് അവൻ? അവന്റെ പേര് പറയേ. മോത്തു പത്തലു ബാത്ത്, മോത്തു പത്തലു. അവൻ എന്റെ 1-ാം നമ്പർ ശത്രുവല്ലേ? അവൻ എന്നെ എങ്ങനെ സഹായിക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്? വേറെ എന്തെങ്കിലും ഐഡിയ ഒന്ന് പറഞ്ഞതാ. എന്റെ ഈ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. അവര് 2 പേരും നിഷ്കളങ്കരായതുകൊണ്ട് അവരെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. ഇപ്പൊ കാണിച്ചു തരാം, കേൾക്ക്. 2 പേരും തന്നെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ വരുന്നതായിരിക്കും. ബി റെഡി. ചായക്കടക്കാരൻ ചേട്ടാ, എനിക്കൊരു ചായ വേണം. ഇതാ പിടിച്ചോളൂ. എന്താ അമ്മാവ, എന്താ ഉണ്ടായേ? എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് അനിയ? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ആരും ആരെ സഹായിക്കില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ പോയിക്കോളൂ. ഞാൻ ഇവിടെ കിടന്ന് കരഞ്ഞോട്ടെ. ഇന്നത്തെ കാലത്ത് നല്ല ആൾക്കാരൊന്നും ഇല്ലല്ലോ, മറ്റുള്ളവരെ സഹായിക്കുന്നവര്. എന്റെ അമ്മാവ കണ്ണു തുറന്നൊന്ന് നോക്കൂ. ഞങ്ങള് നല്ല മനുഷ്യരാ, അല്ലേ പത്തലു? എന്റെ മകനെ കുറിച്ച് ഗുണ്ടകള് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. അവര് സിഐഡികളാണെന്ന് പറഞ്ഞുകൊണ്ടാ പിടിച്ചുകൊണ്ട് പോയത്, അതും കറുത്ത വേഷത്തിൽ. എവിടെയാണ് ആ ഗുണ്ടയുള്ളത്? ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഞാനുള്ളപ്പോ ഗുണ്ടായുസമോ? അവര് കമാൽപൂരിലേക്കുള്ള ഹൈവേ വഴി പോകുന്നുണ്ട്. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കണ്ട അരിയ. ഈ പാവം കിളവരാണെങ്കിൽ ഒന്ന് നടക്കാൻ കൂടി വയ്യ. അമ്മാവ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി രക്ഷിച്ചുകൊണ്ട് വരാം. വരൂ. അല്ല അനിയന്മാരെ, നിങ്ങൾ എന്റെ മകനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഇതാ ഈ ഫോട്ടോയും കൂടെ കൊണ്ടുപോയിക്കോളൂ. അവൻ തന്നെ നോക്കൂ, ദേ അതേ മുഖം. യെസ്, വരൂ. റെഡി ഫോർ ആക്ഷൻ. രക്ഷിക്കൂ! ആരെങ്കിലും എന്നെ പുറത്തേക്കൊന്ന് കൊണ്ടുവരൂ. എന്റെ മോട്ടു ഒച്ച വെക്കുന്നത് നിർത്ത്. നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല. വേഗം കേറി വാ. ഓ സോറി, മോട്ടു എവിടെയാ? മോട്ടു നീ എവിടെയാ? എന്റെ കയ്യിൽ പിടിച്ചോ. പത്തലു, അവിടെ നീ ആരെയാ നോക്കുന്നത്? ഞാൻ ഇവിടെയാ ഉള്ളത്. ഇനി നമുക്ക് നോക്കാലോ ആ കാർ ഇവിടുന്ന് എങ്ങനെ പോകുന്നെന്ന്. വരൂ. വരുന്നുണ്ട്. രക്ഷിക്കണേ! അമ്മാവാ, ദേ നിങ്ങളുടെ മകൻ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. നമ്മുടെ ജോണി കുട്ട. എടാ അനിയ, ഞാൻ ജോണ നമ്പർ 1-ന്റെ തോളത്ത് കയറി ഇരിക്കുന്നത്.
അച്ഛാ, എന്റെ അച്ഛാ, ഈ രണ്ട് ധീരന്മാർ എന്നെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി അച്ഛാ. ഇനി നമ്മൾക്ക് എവിടേക്ക് ദൂരെ പോയിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കാം അച്ഛാ. പോയി കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ജീവിക്കാം. നിന്റെ ആയുസിലെ സകല സമ്പാദ്യങ്ങളും ആ ഗുണ്ടകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പൂട്ടിയിട്ടിരിക്കുകയല്ലേ. പക്ഷെ എനിക്ക് സന്തോഷമായി നീ രക്ഷപ്പെട്ടല്ലോ. ഇന്നത്തെ കാലത്ത് നല്ല ആൾക്കാര് ജീവിച്ചിരിപ്പുണ്ടല്ലോ. താങ്ക് യു യങ് മാൻ, താങ്ക് യു. അമ്മാവാ, ഞങ്ങൾ നിങ്ങളുടെ മകനുണ്ടാക്കിയ എല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കും. പറയൂ, അതൊക്കെ എവിടെയാണുള്ളത്? അതൊരു കറുത്ത ബാഗിൽ അടച്ച് ആ ഗുണ്ടകളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിരിക്കുകയാണ്. എവിടെയാണ് അവന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? അവന്റെ അഡ്രസ് ഒന്ന് പറയേ. സ്റ്റാർ ടവറിന്റെ 10ാമത്തെ ഫ്ലോറില്. ഡോണ്ട് വെറി അമ്മാവാ, നിങ്ങളുടെ സാധനങ്ങളുമായി ഞങ്ങൾ ഇപ്പൊ തിരിച്ചു വരാം. അതുവരെ നിങ്ങൾ ചായയും കടിയും കഴിച്ചോണ്ടിരിക്കൂ. ഈ കയർ എവിടുന്ന് വന്നു? തീർന്നു. എന്റെ അമ്മോ, എന്റെ പത്തിലു അകത്തേക്ക് പോവാനുള്ള എന്തേലും വഴി ആലോചിക്കൂ. ഐഡിയ, ഒരു വഴിയുണ്ട്. AC-യുടെ പൈപ്പ് വഴി അകത്തേക്ക് പോകാം. വരൂ, വേഗം വരൂ. അതെ, ഈ എലികൾ ഇവിടെ കിടന്ന് എന്ത് ചെയ്യുവോ? ഇത് ചോദിക്കാനായിരിക്കും അവരും നമ്മുടെ പുറകെ വരുന്നത്. നീ മുമ്പോട്ട് നടക്ക്, ഓടിക്കോ. മോട്ടു, ഇതാണ് ആ കാശ് വെച്ചിരിക്കുന്ന ബാഗ്. ഓഹോ, ദൈവം മേൽക്കൂര പൊളിച്ച് സമ്മാനങ്ങൾ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സമ്മാനം താഴെ തന്നെ ഉണ്ടല്ലോ. മോട്ടു, വേഗം ആ ബാഗ് എടുക്ക്, നമുക്ക് ഇവിടുന്ന് ഓടി പോകാം. അമ്മാവാ, ഇന്ന് നിങ്ങളുടെ മകന്റെ കാശ് വെച്ചിരിക്കുന്ന ബാഗ്. കൊള്ളാമരിയ, നീ എനിക്ക് വേണ്ടി മുകളിൽ നിന്ന് വന്ന ബാലകയാണ്. നിങ്ങൾ ദയാലുവും ഒരു നല്ല മനുഷ്യരും മാത്രമല്ല, ഒരു പ്രതിമാസമാണ്. ശരി, ഞാൻ നിങ്ങൾക്ക് ഇപ്പോ ഈ നല്ല മനുഷ്യനുള്ള ബാഡ്ജ് സമ്മാനമായിട്ട് തരാം. താങ്ക് യു കൂട്ടുകാരെ, താങ്ക്സ് എ ലോട്ട്. പിന്നെ എപ്പോഴെങ്കിൽ കാണാം. ബൈ ബൈ. മോട്ടു വാ, നമുക്കിത് ആദ്യം പോയി ചിങ്കം സാറിനെ കൊണ്ടുപോയി കാണിക്കാം. ചിങ്കം സാറ് കണ്ട വളരെ സന്തോഷിക്കും. ചിങ്കം സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്ത്? ഓ നോ. ഓക്കെ. നമ്മുടെ കമാൽപൂർ ഹൈവേയില് ഏതോ ഒരു മോട്ടു പത്ലു CIDയുടെ ജീപ്പ് അറ്റാക്ക് ചെയ്ത് ജോണിന്റെ വകയിലൊരു അനിയനെ അവിടുന്ന് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നു. എന്നിട്ട് അതേ മോട്ടു പത്ലു CID ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിട്ട് ജോണിന്റെ അനിയൻ അടിച്ചു മാറ്റിയ സാധനങ്ങൾ ഇവര് കൊണ്ടുപോയിരിക്കുന്നു. ആ തടിയനും നീർക്കോളിയും ആരാണ്, അവരെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എനിക്ക് കണ്ടുപിടിക്കണം. അല്ല, നിങ്ങൾ എന്താ അവിടെ കാണിച്ചോണ്ടിരുന്നത്? അങ്ങനെയൊന്നുമില്ല. മോട്ടു പത്ലു, നിങ്ങൾ എന്തായി ഒളിച്ചു വെച്ചിരിക്കുന്നത്? എന്താണത്? ചിങ്കം സാറേ, ആ മോട്ടവും പത്തലും ഞങ്ങളാണ്. ഞങ്ങള് രണ്ടുപേരെയും ആ ജോൺ വിഡ്ഢികളാക്കി. ഞങ്ങളോട് ക്ഷമിക്കൂന്നേ. ചിങ്കം സാറേ, ഇപ്പൊ നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. പ്ലീസ് ഞങ്ങൾക്കൊരു ശിക്ഷയും തരരുത്. ശരി, എനിക്കറിയാം നിങ്ങൾ രണ്ടാളെയും അവൻ യൂസ് ചെയ്യായിരുന്നുവെന്ന്. ഇനി നിങ്ങൾ രണ്ടാളും അവനോട് പകരം വീട്ടണം. പകരം വീട്ടണം. വാ, എന്താ ഐഡിയ ആയിരുന്നു നിങ്ങളുടെ? നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനവും വന്നു. ഈ ജോൺ തന്നെയായിരിക്കും. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നി. അങ്ങനെയാണ് ഞാൻ ആ പൊട്ടന്മാരെ ശരിക്കും വിഡ്ഢികളായി മാറ്റിയത്. ആ വിഡ്ഢികൾ വീണ്ടും നിങ്ങളെ കഴുതകളാക്കാൻ വേണ്ടി വരികയാണ്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? മോട്ടു പത്ലുടെ മണ്ടന്മാരാക്കി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാന്ന് കരുതിയോ? കണ്ടോ, നിയമത്തിന്റെ കയ്യ് എപ്പോഴും വളരെ വലുതായിരിക്കും. എന്റെ അമ്മോ, എന്റെ തല കറങ്ങുന്നു. ഹൈ സമൂസ പൊളിച്ചേ. ഓടിക്കടാ.
മോട്ടു സമൂസ കഴിക്കുന്നത് നിർത്തേ, അവരിതേ ഓടിപ്പോകുന്നു. എന്റെ ജോണ്, സമൂസ അടിപൊളിയായിരുന്നു കേട്ടോ. ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തരൂ. നിങ്ങളൊക്കെ ഞങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ? നിങ്ങളെയൊക്കെ കഴുതകളാക്കി കാണിച്ചു തരാം. ബോസ് ബോസ്, ഒരു കാര്യം ഓർമ്മിച്ചോളൂ, നമുക്ക് ആരെ വേണമെങ്കിലും വിഡ്ഢികളാക്കാൻ പറ്റും, പക്ഷേ മോട്ടു പത്ലുവിനെ ആക്കാൻ പറ്റില്ല. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും ശരിക്കും നല്ല മനുഷ്യർ തന്നെയാണ്. വി ആർ പ്രൗഡ് ഓഫ് യു. ഇതാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ജോലി. കളിക്ക് കളിയും വരുമാനത്തിന് വരുമാനവും, അല്ലേ? അതേ മോട്ടു, ഈ ജോലി വളരെ നല്ലതാണ്, പക്ഷെ വളരെ ഉത്തരവാദിത്തമുള്ള ജോലിയാ. കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയാനുള്ള സാധ്യതയുണ്ട്. എന്റെ പത്തിൽ ഇത്രയൊന്നും ചിന്തിക്കാതെ, അല്ലെങ്കിൽ നിന്റെ ഇത്രയും പോകുന്ന തലച്ചോറ് പൊട്ടിത്തെറിക്കും കേട്ടോ. എന്റെ മോട്ടു, എന്റെ തലച്ചോറൊന്നും പൊട്ടിത്തെറിക്കില്ല, കാരണം അതിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ടാണല്ലോ വന്നത്, പിന്നെ എങ്ങോട്ടാവൻ പോയത്? അവനെ ഇനി എവിടെ വെച്ച് കണ്ടുമുട്ടാനാ? എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും അവൻ. വരൂ, നമുക്ക് അന്വേഷിക്കാം. ഐസ്ക്രീം വേണം, പിന്നെ എനിക്ക് ചോക്ലേറ്റ്. എന്റെ പത്തലു, ഇത് വലിയ പ്രശ്നമാണെന്നാണല്ലോ തോന്നുന്നത്. പിള്ളേർ എന്തൊക്കെയാ ചോദിക്കുന്ന നോക്കിയേ. എന്റെ മോട്ടു, ഇതെന്തായാലും വലിയ പ്രശ്നമാവാൻ പോവുക. ഈ പിള്ളേരുടെ വീട്ടുകാരാണെങ്കിൽ നോക്കാൻ കാശ് പോലും തന്നിട്ടില്ല. അവര് പറഞ്ഞിരുന്നു 1 മാസം കഴിഞ്ഞതിന് ശേഷമേ തരുള്ളൂ എന്ന്. മാത്രമല്ല നമ്മുടെ കയ്യിൽ 5 പൈസ പോലും ഇല്ലല്ലോ. അങ്കിളെ, ഐസ്ക്രീം തരൂ, ഐസ്ക്രീം തരൂ പ്ലീസ്. അയ്യോ ഇല്ല മോനെ, ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഐസ്ക്രീം തരാൻ പറ്റൂലെന്നേ. നിങ്ങളുടെ പേരൻസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി എന്താ തന്നുവിട്ടത്, നിങ്ങൾ അത് കഴിച്ചാ മതിന്നേ. വേണ്ട, എനിക്ക് ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം, ഐസ്ക്രീം വേണം. അപ്പൊ നിക്കൂന്നേ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഐസ്ക്രീം വേണോ? കം വിത്ത് മീ. ഇതെന്താ, പിള്ളേരൊക്കെ എവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് തെറ്റിയാൽ എല്ലാം തകിടം മറിയോന്ന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണ് തെറ്റിയപ്പോ ജോൺ ദ ഡോൺ കുട്ടികളെല്ലാം കൊണ്ടുപോയെന്നാ. അല്ല പത്തലു, നമ്മൾ ഇനി എന്ത് ചെയ്യും? പിള്ളേരുടെ മാതാപിതാക്കളൊക്കെ ഒന്ന് നമ്മൾ ഇടിച്ച് ചമ്മന്തിയാക്കൂലേ? വേഗം വാ, നമുക്ക് പോയി കുട്ടികൾ എവിടെയാണെന്ന് തെരഞ്ഞു നോക്കാം. എന്റെ ദൈവമേ, ഇതെന്തൊരു അത്ഭുതം, എനിക്ക് മനസ്സിലാവണില്ലല്ലോ. ഇത്രയും അധികം പിള്ളേര് എവിടുന്ന് വന്ന് കേറി, ഒന്നും പിടികിട്ടണില്ലല്ലോ. എന്തായാലും എനിക്ക് ലാഭം ഉണ്ടാക്കണ കാര്യല്ലേ, നമ്മുടെ ബിസിനസ് നടക്കും.
ഇവിടെ ബിസിനസ് ശരിക്കും നടക്കണുണ്ടല്ലോ തന്നെ. ഇതേ പോണു, ഒന്നൊന്നായിട്ട് തന്നെ എണീറ്റ് പോണുണ്ടല്ലോ ഓരോ ഐസ്ക്രീം. അയ്യോ, എന്താ സംഭവിക്കണമെന്ന് ഒരു പിടിയും കിട്ടണില്ലല്ല. ഇതേ പോണു മാംഗോ, ചോക്ലേറ്റും പോണുണ്ട്. ദൈവമേ, ഇതൊക്കെ ആരും ഓർഡർ കൊടുത്തിട്ട് എങ്ങനെ പോണാന്ന് ഒരു പിടിയും കിട്ടണല്ലോ. ഐസ്ക്രീമേ ഒന്ന് നിക്ക്. അയ്യോ 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 അയ്യോ, എന്റെ കാര്യം പോക്കാണെന്ന് തോന്നുന്നു. എന്റെ ബിസിനസ് കൊള്ളാൻ തോണ്ടിയേ, എനിക്ക് വയ്യേ. യു ആർ വെൽക്കം. അയ്യോ, എന്തൊരു വെൽക്കമായി ഞാനീ പറയണേ. യു വിൽ നോട്ട് കം, നെവർ നെവർ കം. ഞാൻ എന്തൊക്കെയാ ഈ പറയണേ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ആ ചിങ്കം, ആ ചിങ്കം, ആ ചിങ്കം, ആ ചിങ്കം. ജോൺ, അവിടെ നിൽക്കേ. 3 വരെ എണ്ണും. അപ്പോഴത്തേക്കും പിള്ളേർ എവിടെയാന്ന് പറയണം. നീ വേണേ 100 വരെ എണ്ണിക്കോ. എന്തായാലും ഞാൻ പറയില്ല, കാരണം എനിക്ക് അറിയത്ത് പോലും ഇല്ലല്ലോ നീ ഏത് പിള്ളേരുടെ കാര്യമാ ഈ പറയുന്നതെന്ന്. മോട്ടു, പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ഇവന്റെ ഭാഷയിൽ പറഞ്ഞു മനസ്സിലാക്ക്. അപ്പ എല്ലാം ഓർമ്മ വന്നോളും. എടാ, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ കണ്ടുപൊത്തി നിൽക്കുന്നത്? അതെന്താന്നറിയോ ബോസ്? ബോസിനെ തല്ലുന്നത് കണ്ടു നിൽക്കാനാവില്ല. ബണ്ടന്മാരെ, രണ്ടെണ്ണം എന്റെ കൺമുന്നിൽ നിന്ന് വേഗം സ്ഥലം വിട്ടോ. മോട്ടു, ഇവൻ പറയുന്നത് ഇനി സത്യമാണോ? ഇനി ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ആലോചിക്കൂ, പിള്ളേരെ മറ്റാരായിരിക്കും കൊണ്ടുപോയിരിക്കുക. ചിങ്കം സാറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ചിങ്കം സാർ. The name is ചിങ്കം. ഞാൻ അവന് മനസ്സിലാക്കി കൊടുക്കാം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. അതെ, ഞങ്ങൾ അവരെ അന്വേഷിച്ചു പോവുക. ഞങ്ങളുടെ കുട്ടികളെ കാണാതായോ? എവിടെയാണ് ഞങ്ങളുടെ മക്കള് പോയത്? ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കും. പറയണോ. കണ്ടില്ലേ, ഈ പിള്ളേരെയായിരിക്കും മോട്ടു പത്ലു അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. ഇവര് കാരണം ആ മോട്ടു പത്ലു എന്നെ അടിച്ചത്. അപ്പൊ നമ്മൾ ഈ പിള്ളേരെ അടിക്കുന്നോ? പിള്ളേരെ നേരെ കൈവക്കിയാലുണ്ടല്ലോ. മിണ്ടാതെ എന്റെ കൂടെ വന്നോ. നമുക്ക് ആ പിള്ളേരെ പിടിച്ച് മോട്ടുവിന്റെയും പത്ലുവിന്റെയും അടുത്തെത്തിക്കണം. എന്നിട്ട് പറയണം നമ്മള് കള്ളന്മാരാണ്, പക്ഷേ പിള്ളേരെ പിടുത്തക്കാരനല്ലെന്ന്, പൈസ മാത്രമേ മോഷ്ടിക്കാറുള്ളൂ എന്ന്. ഇനി എന്നെ ഒന്നും ചെയ്യരുത്, രക്ഷിക്കണേ. ചിങ്കം സാറേ, ഒന്ന് വേഗം വരണേ, ബാങ്ക് കൊള്ളയടിച്ചിരിക്കുക. പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചിരിക്കുക ഈ ഡോൺ. ഇനി എങ്ങനെയാണാവോ ഈ ജോൺ ഡോൺ ആവുന്നത്? ഏയ്, എവിടെ പോയി കുട്ടികള്? മര്യാദക്ക് പറഞ്ഞോ. എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയത്തില്ല. ഇതാ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച പണമാ. ഇത് എടുത്ത് ഞങ്ങളെ ജയിലിൽ കൊണ്ട് ഇട് സാറേ. കള്ളം തന്നെ മോഷണത്തിന്റെ സൂചന തരുന്നു, തൊണ്ടി മുതൽ കയ്യിലും തരുന്നു. അതെങ്ങനെ സംഭവിക്കും? ഇതിൽ എന്തോ ഒരു തരികട ഉണ്ട്. എന്താന്ന് വെച്ചാ വേഗം പറ. കുട്ടികൾ എവിടെ പോയി? എന്റെ പൊന്നു സാറേ, എനിക്കൊന്നും അറിയത്തില്ല. സാറിന്റെ തൊപ്പിയാണ് സത്യം. എന്റെ മീതെ സത്യം ചെയ്യുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഇന്ത്യൻ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഭാരതമാണ് സത്യം. ഇത് മൊത്തം തല്ലടല്ലോ കിട്ടുന്നത്. ഇതാരെയാണാവോ ഞാൻ കടി കണ്ടത്? ഈ നോടിന്റെ അഭിമാനത്തിന് ഒരു വിലയില്ലേ? വേണ്ട സാറ്, അടിക്കരുത്. വേണ്ട. ഐ വാണ്ട് റെസ്പെക്ട്. എവിടെയും കാണുന്നില്ലല്ലോ. നീ അവിടെ ഉണ്ട്. ദൈവത്തിന് നന്ദിയുണ്ട്, പിള്ളേരെ കിട്ടിയല്ലോ. കള്ളന്മാരിവിടെ ഉപേക്ഷിച്ചു പോയെന്നാ തോന്നുന്നു. അങ്ങനെയാണെന്നാ തോന്നുന്നേ.
അതെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ എല്ലാവരുടെയും പിള്ളേരെ കിട്ടി. ഇവരൊക്കെ ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ അവരവരുടെ പിള്ളേരെ വിളിച്ചോണ്ട് പോയിക്കോ. എന്നാൽ നിങ്ങൾ അടുത്തുണ്ടായിട്ടും ഇവർ എങ്ങനെ ഇവിടം വരെ എത്തി? ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അടിക്കവരെ. വെറുതെ അതെ, ഒന്ന് നിക്കണേ. ഈ ഭംഗിയുള്ള ചെക്കൻ ആരുടെ പയ്യനാ? എടാ മോനെ, നീ ആരുടെ മോനാ? നിന്റെ മമ്മിയും പപ്പയും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. കണ്ടില്ലേ അവരൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്? നിങ്ങളെ കാണുന്നില്ലെന്ന് കണ്ടപ്പം അവരൊക്കെ ഞങ്ങൾ എന്തുമാത്രം തല്ലിയെന്ന് കണ്ടോ? മോൻ പറ, മോന്റെ പേരൻസ് ഒക്കെ ഇപ്പൊ എവിടെയാ ഉള്ളത്? പറ. ഞാൻ എന്റെ അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് ഇങ്ങോട്ട് ഓടി വന്നതായിരുന്നു. അങ്ങനെയാ ഈ കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. ഞാനാണ് ഇവരെ ഐസ്ക്രീം തിന്നാനായി കൊണ്ടുപോയത്. ഇവരെല്ലാവരും എന്റെ കൂടെ വന്നതായിരുന്നു. ഐ എം സോ സോറി. എന്നിട്ട് നമ്മള് മോട്ടു പത്ലുവിനെ തല്ലി. ഞങ്ങളോട് ക്ഷമിക്കും മോട്ടു പത്ലു. We are sorry മോട്ടു പത്ലു. ഏയ് സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇത്രയും വലിയ നഗരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഭവിക്കണമല്ലോ. എന്റെ ഏലിയൻ കുട്ട, നീ നിന്റെ അച്ഛന്റെ അമ്മേന്റെ അടുത്തേക്ക് ചെല്ല്. കാരണം നിന്റെ അച്ഛനും അമ്മയും അവിടെ ഇരുന്ന് ഇവരെ പോലെ തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും കുട്ട. ദേ നോക്ക്, ഇവരൊക്കെ വിഷമിക്കുന്നത് പോലെ. സോറി. ഇപ്പോഴാണ് മനസ്സിലായത് അച്ഛനും അമ്മയും അവരെ കുട്ടികളെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ വലിയ തെറ്റാ ചെയ്തത്. എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ ഇനി അവരുടെ ഒപ്പം ജീവിച്ചോളാം. ബൈ ബൈ ബൈ. ബൈ ബൈ. വീണ്ടും കാണാട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.